2025 ഡിസംബറിലെ ശൈത്യകാല പാർലമെന്റ് സമ്മേളനത്തിലാണ് ഈ ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ഡിസംബർ 18-ന് ബിൽ ലോക്സഭ പാസാക്കുകയും ചെയ്തു. ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് സാധ്യതയൊരുക്കുന്നു എന്നത് തന്നെയാണ് ഈ ബില്ലിലെ ഏറ്റവും വലിയ പ്രശ്നമായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. സുരക്ഷാ ആശങ്കയും വിമർശകർ ഉയർത്തുന്നു. സ്വകാര്യ കമ്പനികൾ മറ്റു മേഖലകളിൽ എന്ന പോലെ ലാഭം ലക്ഷ്യമിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാൽ അത് വലിയ അപകടത്തിന് കാരണമാകും. മറ്റപകടങ്ങളെ പോലെയല്ല, ആണവ അപകടങ്ങൾ ഉണ്ടായാൽ അതിന്റെ വ്യാപ്തി വളരെ കൂടുതലായിരിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവാദിത്തം ഉൽപാദന കമ്പനികൾക്ക് മാത്രമാക്കുന്നതാണ് പുതിയ ബിൽ. യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളെ നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബിൽ. അതിനാൽ തന്നെ അപകടമുണ്ടായാലും തങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകില്ലെന്ന ധാരണയാണ് കമ്പനികൾക്കുള്ളത്. ഈ ധാരണയിൽ കമ്പനികൾ ഗുണനിലവാരമില്ലാത്ത യന്ത്രങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളും ഈ ബില്ലിനെതിരെ വിമർശകർ ഉയർത്തുന്നുണ്ട്. ന്യൂക്ലിയർ ടെക്നോളജിയും ന്യൂക്ലിയർ പവറുമെല്ലാം രാജ്യസുരക്ഷയുമായി നേരിട്ട് ബന്ധമുള്ളവയാണ്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്വകാര്യ കമ്പനികളുടെ പക്കലെത്തിയാൽ അത് മറ്റ് രാജ്യങ്ങൾക്ക് ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും അത് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്നും വിമർശകർ പറയുന്നു. മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ ആണവോർജ്ജ മേഖലയിലും സ്വകാര്യ കമ്പനികൾക്ക് ഇടം നൽകിയാൽ അത് വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നതാണ് മറ്റൊരു വിമർശനം.